നമുക്ക് ഇന്ന് നല്ലൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കന് പീസാക്കി നല്ലതുപോലെ മഞ്ഞളും ഉപ്പും ഇട്ട് കഴുകി വെള്ളം പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആദ്യം ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂൺ മൈദയുടെ പൗഡറും 1 സ്പൂൺ കോൺഫ്ലവറും 2 മിക്സാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് 1 മുട്ട വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. ഇത് ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇത് തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അതിന് ആദ്യം ഒരു വലിയ ബൗൾ എടുക്കാം. നമുക്കിതിനായിട്ട് ആദ്യം മുട്ട ചേർക്കാം. മുട്ടയുടെ കൂട്ടത്തിൽ തന്നെ ഈ വലിയ സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് ഈ മുട്ടയും കുരുമുളക് പൊടിയും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ആകണം, എന്നാലേ നമ്മൾ ഈ ചിക്കൻ്റെ എല്ലാ പീസിനകത്തും ഇത് പിടിക്കുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതിന് കോൺഫ്ലവറും മൈദയും കൂടി ഞാൻ ഓരോരോ സ്പൂൺ എടുത്തതാണ്, അത് അതിൻ്റെ കൂടെ ചേർക്കാം. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇപ്പം തന്നെ ചേർക്കാം. 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഉദ്ദേശം വെച്ച് തന്നെ ഇപ്പം തന്നെ ഇടണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പം ചിക്കൻ്റെ പീസിൽ ഉപ്പില്ലായിരിക്കും. ഇനി ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തതാണിത്. ഇത് നല്ലതുപോലെ പാൻ ചൂടാക്കി ഡീപ് ഫ്രൈ ചെയ്തുകൊണ്ട് ഇത്തിരി കൂടുതൽ നമ്മൾ എണ്ണ ഒഴിക്കണം. ഇത് നമുക്കിനി വറുത്തെടുക്കാം. കുറച്ചൊന്ന് നമ്മൾ തവി വെച്ചൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. നല്ലതുപോലെ വെന്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് ഗ്രേവിക്കകത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അത് കാരണം ഫുള്ള് ഫ്രൈ ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഹാഫ് ഫ്രൈ ആയാലും മതി. പിന്നെ നമുക്കിതെടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ. നമ്മുടെ ചിക്കന് ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഈ പാകം ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്നും കൂടെ വേവിക്കേണ്ട, ഇതുകൊണ്ട് ഒത്തിരി ഫ്രൈ ആക്കണ്ട, നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് വേണ്ടിയ മസാലകളൊക്കെ ചേർക്കാം. നമുക്ക് ഞാൻ 2 വലിയ സവോള കൊച്ചാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ചെറിയ തക്കാളിയാണിത്, അതും ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. സിംല മിർച്ച് എടുക്കുവാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 2 ചെറിയ സ്പൂണ് മുളക് പൊടി വേണം, ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് വലിയ സ്പൂണ് കെച്ചപ്പും എടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂണ് സോയാ സോസും ഉണ്ട്. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ ആദ്യം ഈ ഉള്ളി വഴറ്റാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കുവാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഇത് നല്ലതുപോലെ വാടിയിട്ട് ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് വേണം ബാക്കി ചേർക്കാൻ. നമുക്ക് തീർന്ന സ്പീഡിൽ വെക്ക്. നമ്മുടെ ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ മസാല ചേർക്കാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. അത് നല്ലതുപോലെ നമ്മൾ ഇളക്കി പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഞാൻ ഈ തക്കാളി ചേർക്കാൻ പോവാണ്. 2 ചെറിയ തക്കാളി ഞാൻ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ്. അത് നല്ലതുപോലെ തക്കാളി ഒന്ന് വാടി വഴലണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം, ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് കുഴയാൻ വേണ്ടി. ഒരു ലിഡ് വെച്ച് അടച്ചൊന്ന് തക്കാളി നല്ല കുഴഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് ഇച്ചിരി 5 മിനിറ്റ് വേവിക്കാം. നമ്മുടെ ഉള്ളിയും ടൊമാറ്റോ എല്ലാം നല്ലതുപോലെ വെന്തി കുഴഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിക്കാം. ചിക്കൻ ഒരു കുറച്ച് ഹാഫ് ഫ്രൈ എടുത്തുകൊണ്ട് ഇച്ചിരി വേവ് കാണും. നമുക്ക് അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ഈ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ഈ എടുത്ത് വെച്ചിരിക്കുന്ന കെച്ചപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാം. 1 സ്പൂൺ സോയാ സോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ സോയാ സോസും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത്
ഒന്ന് ലിഡ് വെച്ച് ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ഇത് ബാക്കി വേകാനുള്ളതും കൂടെ സോഫ്റ്റായി കിട്ടും ചിക്കൻ. നമുക്കൊരു നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരു ലിഡ് വെച്ച് 5 മിനിറ്റ് സ്ലോയിലൊന്ന് വെക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി കുറുകിയിരിക്കേണ്ട, കുറച്ച് നമ്മൾ ഗ്രേവി ആയിട്ട് എടുക്കുവാണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് നാൻ്റെ കൂടെ. ഇനി നമുക്ക് ഇത് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് എടുക്കാം. ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ ഈ മല്ലിയിലയും കൂടി ഇട്ട് എടുക്കാൻ പോവാണ്. ഗ്യാസ് നമുക്ക് ഓഫാക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്.